എൻ്റെ ഹസ്ബൻഡിനെ അവൻ ഈ കോളറിൽ ഇങ്ങനെ പിടിച്ച് പൊക്കി തൂക്കിയെടുത്ത് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം. അവർ ഇങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, എന്നിട്ട് അങ്ങ് വിടും. അതേപോലെയാണ് ഇപ്പോഴും അവർ വിചാരിച്ചത്. അപ്പം ഇതിന് തൊട്ട് മുമ്പ് ഇവൻ വീട്ടിലുള്ള 2 വെട്ടുകത്തി, നല്ല അറിവുള്ള 2 വെട്ടുകത്തി എടുത്ത് തേച്ചു കൊണ്ട് 2 കയ്യിലായിട്ട് പിടിച്ച് കൊണ്ടുവന്നു. ഞാൻ കേട്ട്, മോനെ നീ ഇതെവിടെ കൊണ്ടുവന്ന്, അത് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് മുകളിൽ കൊണ്ടുപോയി. ആ റൂമിൽ എന്തൊക്കെയാണോ ഉള്ളതെന്ന് പോലും അറിയത്തില്ല. ഇപ്പം ഇതൊക്കെ കഴിഞ്ഞ് ഇപ്പം മീഡിയ ഒക്കെ വരുമ്പോഴാണ് അകത്ത് മുടി മുറിച്ചിട്ടേക്കുന്നു, ചാക്ക് കീറിയിട്ടേക്കുന്നു, തല വെട്ടി കൈ പിടിച്ചേക്കുന്ന, ചോര ഒഴുകുന്ന പടം. അങ്ങനെ നമുക്ക് സാധാരണക്കാർക്ക് മനസ്സിലാകാത്ത പല പല കാര്യങ്ങളാണ് ആ പയ്യൻ അവിടെ ചെയ്തു കൂട്ടിയിരിക്കുന്നത്. അതും 28 വയസ്സുള്ള ഒരു പയ്യൻ. ഇനിയെങ്കിലും മനസ്സിലാക്കുക, ഇനിയെങ്കിലും ഇവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, നിങ്ങളുടെ മക്കളിൽ നിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് അഡ്രസ്സ് ചെയ്യുക. അത് എന്താണോ ചെയ്യേണ്ടത് അതിനുള്ള കാര്യങ്ങൾ ചെയ്യുക. അല്ലാതെ ഒളിപ്പിച്ച് വെച്ച് കാര്യങ്ങൾ ചെയ്യരുത്. അവസാനം നിങ്ങൾക്ക് തന്നെയായിരിക്കും ഭീഷണി. ഇപ്പം നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാമല്ലോ. നമസ്കാരം സുഹൃത്തുക്കളെ. കേരളത്തിൽ മാതാപിതാക്കൾ കൊല്ലപ്പെടാൻ ഓരോരോ കാരണങ്ങളാണെന്നുള്ളതാണ്. കുറച്ച് ദിവസം മുമ്പ് മയക്കുമരുന്നിന് അടിമയായ ഒരു പയ്യൻ എനിക്ക് ജന്മം തന്ന മാതാവിന് ഉള്ള സമ്മാനമാണെന്ന് പറഞ്ഞിട്ട് മാതാവിനെ കൊല്ലുന്നു. അതിൽ പുതിയൊരു സംഭവമാണ് 28 വയസ്സുള്ള ഒരു പയ്യൻ ബ്ലാക്ക് മാജിക്കും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പിതാവിനെ കൊല്ലുന്നത്. അതും ക്രൂരമായി കൊല്ലുകയാണ്. ഈ വീഡിയോ നിങ്ങൾ മൊത്തം കാണാൻ ശ്രമിക്കുക. ഇതിനകത്ത് നമ്മൾ പല കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നിങ്ങളോട് എങ്ങനെയായിരുന്നു അച്ഛനോടും അമ്മയോടും പൊതുവെ? ഞങ്ങളെന്ത് പറഞ്ഞാലും അവന് ദേഷ്യമാണ് ഞങ്ങളവിടെ കാണിക്കുന്നത്. ഞങ്ങളതുകൊണ്ട് ഒന്നും കൂടുതൽ സംസാരിക്കാനായിട്ട് പോവില്ല. അവനെന്തൊക്കെ ആവശ്യമുണ്ടെന്ന് അവൻ പറയുമോ അതൊക്കെ ചെയ്തു കൊടുക്കും ഞങ്ങൾ. എന്ത് കാര്യങ്ങളും പിന്നെ എപ്പോഴും സന്തോഷത്തോട്ട് അവൻ എത്ര ദേഷ്യപ്പെട്ടാലും മോനെ മോനെ എന്ന് വിളിച്ച് ഞങ്ങൾ രണ്ടുപേരും സംസാരിക്കും. മാതാപിതാക്കൾ ക്രൂരമായ പീഡനം അനുഭവിക്കാൻ തുടങ്ങിയിട്ട് 5 വർഷമൊക്കെ ആയെന്നുള്ളതാണ്. എന്നിട്ട് അവർ പറയാതെ വെച്ചിരുന്ന് അവസാനം എന്തായി, ആ പിതാവിനെ കൊല്ലുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിച്ചേർന്നു. മക്കൾ എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും അതിന് മോനെ അല്ലെ മക്കളെ എന്ന് വിളിച്ചിട്ട് അവർ പറയുന്നതും കേട്ട് അവർ പറയുന്നതൊക്കെ ചെയ്തു കൊടുത്ത് ജീവിക്കാനല്ല മാതാപിതാക്കൾ. നമ്മുടെ ഒരു നാടിൻ്റെ അവസ്ഥ അങ്ങനായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. 18 വയസ്സാകുമ്പോഴേ മക്കൾക്ക് സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങളായി. പിന്നെ മക്കള് മാതാപിതാക്കളെ ഭരണമായി. അവർ പറയുന്നത് കേൾക്കാതെ ആവുന്നു. ഇങ്ങനെയൊക്കെയുള്ളൊരവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇതിലും ആ മാതാവ് പറയുന്നത്, മോൻ എന്ത് ചോദിച്ചാലും ഞങ്ങൾ ചെയ്തു കൊടുക്കുമായിരുന്നു. എന്ത് അടിച്ചാലും പിടിച്ചാലും തൂക്കി കോളറെ പിടിച്ച് വെച്ചാലും കഴുത്തി പിടിച്ച് പൊക്കി വെച്ചാലും മോനെ മക്കളെ എന്നല്ലാതെ ഞങ്ങൾ വിളിച്ചിട്ടില്ല എന്ന്. അങ്ങനെയല്ല നിങ്ങൾ നിങ്ങളുടെ മക്കളെ സ്നേഹിക്കേണ്ടത്. ഈ പയ്യൻ എന്ന് പറയുന്നത് ആദ്യമേ അവർക്കൊരു മകനുണ്ടായിരുന്നു. 9 വയസ്സുള്ളപ്പോൾ ആ മകൻ മരിച്ചുപോയി. അതിനുശേഷം 1 വർഷത്തിനിടയ്ക്ക് ജനിക്കുന്ന പയ്യനാണിത്. അപ്പം മാതാപിതാക്കൾ കൂടുതൽ വാത്സല്യം കാണിച്ചു. മകൻ പറയുന്നത് എന്തും ചെയ്തു കൊടുത്തു. ഈ അമ്മ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ നല്ല രീതിയിൽ വളർന്നൊരു പയ്യനാണിത്. ചൈനയിൽ പഠനമെല്ലാം പൂർത്തിയാക്കി ഗ്രാജുവേഷനും കഴിഞ്ഞ് ലാസ്റ്റ് ഫീസ് അതുവരെ തോമസ് കുക്ക് വഴിയാണ് ഫീസ് അടച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ലാസ്റ്റ് ഫീസായപ്പോൾ തോമസ് കുക്കിൽ കൊണ്ടുവന്ന് ഞങ്ങൾ അടച്ചപ്പോൾ ഫീസ് അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഏജൻസിയെ വിളിച്ചു. അപ്പോഴും പറഞ്ഞ് അവിടെ കൊണ്ടെത്തിക്കാൻ പറഞ്ഞു. എറണാകുളത്തായിരുന്നു ഏജൻസി. ഡോക്ടർ നിയാസ് ഡോക്ടർ എന്ന് പറയുന്ന ഒരു ഡോക്ടറാണ്. അവിടെ കൊണ്ട് ഫീസ് എത്തിക്കാൻ പറഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അവിടെ കൊണ്ട് ഫീസ് കൊടുത്തു. മോളുടെ കുറേ ആഭരണങ്ങളെല്ലാം പണയം വെച്ചൊക്കെയാണ് അപ്പോൾ ആ ഫീസ് ഒരുമിച്ച് കൊണ്ട് അവിടെ അടച്ചത്. പക്ഷേ ആ ഡോക്ടർ ഞങ്ങൾക്ക് ഈ ഫീസ് വാങ്ങിയതായിട്ടൊരു എവിഡൻസോ ഒന്നും മടക്കി തന്നിട്ടില്ല. അപ്പോൾ എന്നിട്ട് എൻ്റെ ഹസ്ബൻഡ് കൊടുത്തിട്ട് ഇങ്ങ് തിരിച്ച് വന്നു. എന്നിട്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഡോക്ടർ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പല ആവർത്തി ഡോക്ടറുടെ ഈ സർട്ടിഫിക്കറ്റ് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡ് ഒരുപാട് പ്രാവശ്യം പോയി ഫോൺ വിളിക്കും. അപ്പോഴൊക്കെ പറയും ഇന്ന ദിവസം തരാം. അവസാനം ഈ സെപ്റ്റംബറിൽ എന്തോ തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് എൻ്റെ മോനാണെങ്കിൽ അവിടെ ചെന്ന് ഒരു ദിവസം അവിടെ പായ എന്തോ വിരിച്ച് കിടന്ന് എന്നിട്ട് അവിടെ എന്നിട്ട് പോലീസിലെന്തോ ഒരു പരാതിയും കൊടുത്ത് ആ സ്റ്റേഷനിലൊക്കെ അവരെ വിളിച്ചെന്ന് തോന്നണം. എന്നിട്ടും അതിനൊരു നടപടിയോ
മറ്റേ അതൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ. എന്നിട്ട് പിന്നെ ആണെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് ഇടയ്ക്ക് വീണ്ടും ഒരു പ്രാവശ്യം ചെന്ന് അന്വേഷിച്ചപ്പോൾ ആ ഓഫീസ് ഇപ്പോഴവിടെ ഇല്ല. ഇപ്പോഴവർ ആലപ്പുഴയിൽ എന്തോ ഉണ്ട് എന്നുള്ള ഒരു അറിവ് മാത്രമേ ഉള്ളൂ. ചൈനയിലൊക്കെ പോയി മെഡിക്കൽ ഫീൽഡിൽ പഠിച്ചുകൊണ്ടിരുന്ന പയ്യനാണ്. ഈ 2019 ആവുമ്പം കോവിഡൊക്കെ വന്നപ്പം പയ്യൻ ചൈനയിൽ നിന്ന് നാട്ടി വരികയാണ്. പിന്നെ പോകാൻ പറ്റാതെയായി. ഈ കൊണ്ടുപോയ ഏജൻസി അവർ പറയുന്നു നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഒക്കെ റെഡിയാക്കി തരാം എന്ന് പറയുന്നു. എന്നിട്ട് അവിടെ നിന്ന് കുറേ കാശ് വാങ്ങിക്കുന്നു. കാശ് വാങ്ങിച്ചിട്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നില്ല. പിന്നെ നോക്കുമ്പം ആ കമ്പനി തന്നെ അവിടെ ഇല്ല. അപ്പോൾ എന്തായി, ആ പയ്യന് ഡിഗ്രി പഠിച്ച സർട്ടിഫിക്കറ്റ് ഇല്ല, +2 പഠിച്ച സർട്ടിഫിക്കറ്റ് ഉള്ളൂ. ഇങ്ങനെ കുറേ ആളുകൾ ഏജൻസി വഴി തട്ടിപ്പ് നടത്തുന്നവരുണ്ട്. അവർ ആളുകളുടെ നിന്ന് കാശ് വാങ്ങിക്കുന്നു. ശരിയായിട്ടുള്ള പ്രവർത്തനം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ല. ഇതൊക്കെ പലരുടെയും ജീവിതത്തെ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ നിങ്ങൾ കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ ആരുടെയിലൊക്കെ കാശ് അടിച്ചു മാറ്റാനോ അല്ലെങ്കിൽ കാശ് മാത്രം നോക്കി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പലരുടെയും ജീവിതം ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇമ്പാക്റ്റ് ആവുന്നുണ്ട്. ആ പയ്യൻ അവിടാണ് മൊത്തത്തിൽ താളം തെറ്റുന്നത്. അവൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല, അവൻ്റെ പഠനം പൂർത്തിയായില്ല. അവിടം തൊട്ട് പിന്നെ അവൻ്റെ രീതികൾ അങ്ങ് മാറുകയാണ്. പിന്നെ അവന് സിനിമാ ഫീൽഡിലോട്ട് പോകണമെന്നാണ് തോന്നിയത്. അങ്ങനെ സിനിമാ ഫീൽഡിലോട്ട് പോകാൻ വേണ്ടി ട്രൈ ചെയ്യുന്നു. അങ്ങനെ പയ്യൻ എറണാകുളത്ത് എത്തിപ്പെടുകയാണ്. ഇവിടെ എല്ലാ പരിപാടികളും ഉണ്ട്. അപ്പോൾ ഈ പയ്യൻ എന്തായി, പണ്ട് വീട്ടിൽ ക്രിസ്തീയ ഗാനം, ഈ പയ്യൻ ക്രിസ്ത്യാനിയാണ്. അപ്പം ക്രിസ്തീയ ഗാനങ്ങളും ക്രിസ്തീയ പാട്ടുകളും ഒക്കെ കേട്ടോണ്ടിരുന്ന പയ്യൻ പിന്നീട് അങ്ങോട്ട് വേറൊരു തരം മ്യൂസിക്കൊക്കെയാണ് വീട്ടിൽ കേൾക്കുന്നത്. അവർ പറയുന്ന ഓം ഓം എന്നൊക്കെയാണ് കേൾക്കുന്നതെന്നാണ്. അത് ഓമാണോ അതോ സൈത്താനിക്കായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്താണോ, ബ്ലാക്ക് മാജിക് ആണോ പരിപാടി എന്താണെന്നുള്ളത് അവർക്കും അറിയത്തില്ല, അവരൊന്നും കണ്ടിട്ടുണ്ടാവത്തില്ല. എറണാകുളത്ത് എത്തിപ്പെടുന്ന ഈ പയ്യൻ ആകെ മൊത്തം ഒരു മാറ്റം ഉണ്ടാവുകയാണ്. വീട്ടിൽ പ്രാർത്ഥിക്കുകയും പള്ളിയിൽ പാട്ടും കാര്യങ്ങളുമായിട്ടൊക്കെ പോയിക്കൊണ്ടിരുന്ന പയ്യൻ പെട്ടെന്ന് വേറൊരു ലെവലിലേക്ക് പയ്യൻ്റെ രീതികളങ്ങ് മാറുകയാണ്. അതിനെപ്പറ്റി അമ്മ പറയുന്നുണ്ട്, അത് നമുക്ക് കേൾക്കാം. വന്നിട്ട് പിന്നെ അവന് സ്വഭാവം വീണ്ടും ഭയങ്കര മാറ്റം. അതായത് ചൈനയിൽ നിന്ന് വന്നതിന് ശേഷം ഈ സിനിമ ആക്ടിങ് പഠിക്കാൻ പോയി. ആക്ടിങ് പഠിക്കാൻ പോയതിനു ശേഷമാണ് കുറച്ചുകൂടി മാറിയത്. അത് തൊട്ട് അവന് ഭയങ്കര മാറ്റമായി എറണാകുളത്ത് പോയതിന് ശേഷം. അവിടെ എന്നിട്ട് അവൻ്റെ അതുവരെ ഞങ്ങളെ കൂടെ ചർച്ചിലെല്ലാം വരും, പ്രാർത്ഥനയിലും പ്രസംഗിക്കും, നന്നായിട്ട് പാടും, എല്ലാ കഴിവുമുണ്ട്, നല്ല പ്രാർത്ഥിക്കുമായിരുന്നു. അതിനുശേഷം ഇവൻ ഈ എറണാകുളത്ത് ഈ കോഴ്സിന് പോയിട്ട് വന്നതിന് ശേഷം ഈ മോൻ ചർച്ചിൽ വരില്ല. വിളിക്കുമ്പോഴൊന്നും പിന്നെ ഞാനിനി അങ്ങോട്ടില്ല എന്ന് പറയും. അങ്ങനെ ഇരുന്ന് പല ആവർത്തി വിളിച്ചിട്ടുണ്ട്. എന്നിട്ട് വീട്ടിൽ അല്ലെങ്കിൽ നല്ല ക്രിസ്ത്യൻ പാട്ടൊക്കെ ഇടുമായിരുന്നു. പിന്നെ വീട്ടിൽ ഈ നമ്മൾ ക്രിസ്ത്യൻസ് അല്ലേ, അപ്പം നമ്മൾ വേറെ പാട്ടൊന്നും ഇടില്ല. എപ്പോഴും ഈ ഓം എന്നൊക്കെ ഉള്ള അശരീരിയായിട്ടുള്ള ഓം എന്തോ ഒരു വൈബ്രേഷൻ പോലെ ഈ ഹിന്ദുവിൻ്റെ മൊത്തം വീടും ഇതായിട്ട് ആ ഒരു പാട്ടിടും. അത് ഓം തന്നെ ആവണമെന്നില്ല. ഈ സൈത്താനിക് റിലേറ്റഡ് ആയിട്ടുള്ള മ്യൂസിക്, ബ്ലാക്ക് മാജിക് പരിപാടി അതെന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അവർക്ക് അതിനെപ്പറ്റി അറിയത്തില്ലാത്തതുകൊണ്ടായിരിക്കും. ഒരു വൈബ്രേഷൻ പോലുള്ള പാട്ടുകളെന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ബേസിക്കലി ഈ സൈത്താനിക് റിലേറ്റഡ് എന്തെങ്കിലും പരിപാടികളായിരിക്കാനാണ് സാധ്യത. മൊത്തം വീടും ഇതായിട്ട് ആ ഒരു പാട്ടിടും. എപ്പോഴും അത് ഇവൻ പുറത്തിറങ്ങിയാലും ഇട്ടിട്ട് ഇറങ്ങും. നമുക്ക് ചെന്ന് പെട്ടെന്ന് ഓഫാക്കാനോ അത് ചെയ്യുമെങ്കിൽ നമ്മളെ അറ്റാക്ക് ചെയ്യും. മുകളിൽ നമുക്ക് കയറാൻ പറ്റില്ല, റൂം പൂട്ടിയിട്ടാണ് അകത്ത് നിൽക്കുന്നത്. നമുക്ക് റൂം തുറക്കാനുള്ള അനുവാദമൊന്നുമില്ല. നമ്മളവിടെ അവൻ്റെ പടി ചവിട്ടിയെന്നായ അവൻ ഉടൻ നമ്മളെ പ്രതികരിക്കും. വല്ലാത്ത ഭീഷണിയാണ് നമുക്ക്. ആ പയ്യന്റെ റൂമിലോട്ട് അവർക്ക് പോലും കയറാനുള്ള ഒരു അവകാശമോ ഒന്നുമില്ലായിരുന്നു. ഇത് ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു കാര്യമാണ്. എൻ്റെ വീട്, എൻ്റെ റൂം, എൻ്റെ പ്രൈവസിക്ക് അകത്തോട്ട് കയറരുതെന്നൊക്കെയുള്ള ഇപ്പോഴത്തെ പിള്ളേരുടെ മെൻറ്റാലിറ്റിയാണത്. അകത്ത് എന്താണ് നടക്കുന്നത് അവർക്ക് ഇതുവരെ അറിയത്തില്ല. പാട്ട് കേൾക്കുന്നു അല്ലെങ്കിൽ ഒരു വൈബ്രേഷൻ പോലെ എന്തൊരു സോങ് കേൾക്കുന്നു അല്ലാതെ അവർക്കൊന്നും അറിയത്തില്ല. ആ റൂമിൽ എന്തൊക്കെയാണോ ഉള്ളതെന്ന് പോലും അറിയത്തില്ല. ഇപ്പം ഇതൊക്കെ കഴിഞ്ഞ് ഇപ്പം മീഡിയ ഒക്കെ വരുമ്പോഴാണ് അകത്ത് മുടി മുറിച്ചിട്ടേക്കുന്നു, ചാക്ക് കീറിയിട്ടേക്കുന്നു, തല വെട്ടി കൈ പിടിച്ചേക്കുന്ന, ചോഴ ഒഴുകുന്ന പടം. അങ്ങനെ നമുക്ക് സാധാരണക്കാർക്ക് മനസ്സിലാകാത്ത പല പല കാര്യങ്ങളാണ് ആ പയ്യൻ അവിടെ ചെയ്തു കൂട്ടിയിരിക്കുന്നത്. അതും 28 വയസ്സുള്ള ഒരു പയ്യൻ. ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മക്കളെ, മോനെ, ചക്കരയെന്ന് പറഞ്ഞ് അവരെ വളർത്താതെ സ്നേഹത്തിലും ശാസനയിലും വളർത്തണം. അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം, ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന്. അവർ പറയുന്നത് എല്ലാം അക്സെപ്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവസാനം മാതാപിതാക്കൾ പറയുന്നത് മക്കൾ കേൾക്കാതെ ആവും. തൊട്ട് മുമ്പ് ഇവൻ വീട്ടിലുള്ള 2 വെട്ടുകത്തി
നല്ല അറിവുള്ള 2 വെട്ടുകത്തി എടുത്ത് തേച്ചു കൊണ്ട് 2 കയ്യിലായിട്ട് പിടിച്ച് കൊണ്ടുവന്നു. ഞാൻ കേട്ട് മോനെ നീ ഇതെവിടെ കൊണ്ടുവന്ന്, അത് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് മുകളിൽ കൊണ്ടുപോയി. എന്നിട്ട് വീണ്ടും ഇവൻ ഭക്ഷണമൊക്കെ കഴിച്ചു 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും അതിനെ കൊണ്ട് തിരികെ വെച്ചു. അപ്പോൾ ഡോക്ടർ ഇവന് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞ് വിട്ടു. എന്നിട്ട് ഇവൻ വീണ്ടും പോകണമെന്ന് പറഞ്ഞപ്പോൾ രണ്ടാമതും കൊണ്ടുപോയപ്പോഴും അയാൾ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് മൂന്നാമത് ഇവൻ ഈ തിങ്കളാഴ്ച ഇത് ബുധനാഴ്ചയാണ് സംഭവിക്കുന്നത്, അപ്പോഴും കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോഴും എൻ്റെ കാര്യങ്ങൾ എന്തുണ്ടെങ്കിലും ഇനി ഡാഡി പറയുമെന്ന് പറഞ്ഞ്. അപ്പോഴും എൻ്റെ ഹസ്ബൻഡ് ഇവന് ഉള്ള ദേഷ്യങ്ങളും ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് പറഞ്ഞപ്പോഴാണ് ഇവന് പെട്ടെന്ന് ദേഷ്യം. എപ്പോഴാണ് അത് സംഭവിച്ചത്? ഇപ്പോഴും ഈ തിങ്കളാഴ്ചയുടെ അന്ന് ഡോക്ടറോട് അവൻ തന്നെ പറഞ്ഞു, എൻ്റെ കാര്യങ്ങളെല്ലാം ഡാഡി ഡോക്ടറോട് പറയാൻ പറഞ്ഞു. അത് പറഞ്ഞുകൊണ്ടിരുന്ന ഉടൻ തന്നെ ഇവന് പെട്ടെന്ന് ദേഷ്യം വന്നു അവിടെ വെച്ച്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് പുറത്ത് നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ ഇത് പ്ലാൻഡോട് കൂടിയുള്ള ഒരു പരിപാടിയാണെന്നുള്ളതാണ്. കത്തിയൊക്കെ എടുത്തുകൊണ്ട് സൂക്ഷിച്ചു വെക്കുന്നു. സ്വന്തം ഫോണിലുള്ള കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് അച്ഛനോട് പറയുന്നു ഫോൺ വെച്ചോളുക, എന്നെ ഒരു സൈക്കോളജിസ്റ്റിനെ കാണിക്കുക, അവിടെ പോയി ചെക്ക് ചെയ്യുമ്പോൾ ഇവന് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നു. ഡോക്ടറിൻ്റെ മുമ്പ് വെച്ച് ദേഷ്യപ്പെട്ട് ഓരോന്ന് കാണിക്കുമ്പോൾ സൈക്യാട്രിക് പ്രോബ്ലം ഉണ്ടെന്ന് ഡോക്ടർ പറയുമെന്നുള്ള രീതിയിലായിരിക്കും പോയിട്ടുണ്ടാവുക. പക്ഷേ ഡോക്ടർ സൈക്യാട്രിക് പ്രോബ്ലം ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ ഈ പയ്യൻ്റെ ഭാഗത്തുനിന്ന് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഉപദ്രവിച്ചിട്ടുണ്ടോ? എന്നെയും ചെറിയ ചെറിയ ഉപദ്രവങ്ങളുണ്ട്, മുടിയിലൊക്കെ പിടിച്ച് തൂക്കും. ആ മാതാവ് പറയുന്ന കേൾക്ക് ചെറിയ ചെറിയ ഉപദ്രവങ്ങളുണ്ടെന്ന്. കൊങ്ങയ്ക്ക് പിടിച്ച് പൊക്കിയെടുക്കുക, മുടിയെ പിടിച്ച് വലിച്ചു നിർത്തുക, ഇതൊക്കെ ചെറിയ രീതിയിലുള്ള ഉപദ്രവങ്ങളാണോ? ചെറിയ രീതിയിലുള്ള ഉപദ്രവങ്ങളാണെന്ന് പറഞ്ഞ് നിങ്ങൾ ലഘൂകരിച്ച് കണ്ടതിൻ്റെ ഫലമാണ് ഈ പയ്യൻ അതിൻ്റെ എക്സ്ട്രീമിലോട്ട് പോകാൻ കാരണം. 4-5 വർഷം കൊണ്ട് നടക്കുന്നതാണ്. എന്നിട്ട് നിങ്ങൾ പുറം ലോകത്തോട് പറഞ്ഞില്ല, അല്ലെങ്കിൽ ബന്ധുക്കളോട് പോലും പറഞ്ഞില്ല എന്ന് പറയുന്നത് വല്ലാത്തൊരു കഷ്ടമാണ്. ഇതൊക്കെ വെച്ചുകൊണ്ട് ഇനി ഒരു പെണ്ണിന് കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം, എന്നിട്ട് ആ പെണ്ണിൻ്റെയും കൂടെ ഭാവി പോകണം. ഇതൊക്കെയാണോ വേണ്ടത്? നമ്മളുടെ മക്കളായാലും തെറ്റാണെങ്കിൽ തെറ്റെന്ന് പറയുക, അവരെ നേർവഴി നടത്തേണ്ടതുണ്ടെങ്കിൽ നേർവഴി നടത്തുക. അല്ലാതെ ഒരിക്കലും മറച്ചു വെച്ച് മകൻ നന്നാവും, ഇന്ന് നന്നാവും, നാളെ നന്നാവും എന്ന് പറഞ്ഞു പോകുന്ന രീതി ഒരിക്കലും ശരിയല്ല. നമ്മളൊക്കെ എത്ര കണ്ടാലും കേട്ടാലും പഠിക്കത്തില്ല എന്നുള്ളതാണ്. ഈ കേരളത്തിൽ മൊത്തം പല പല സംഭവങ്ങളാണ് നടക്കുന്നത്. എന്നിട്ട് ഇതുവരെ ആളുകൾക്ക് ബോധം വെച്ചില്ല എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് പണ്ടത്തെ ആളൊന്നുമല്ല, 70s-ലും 60s-ലും ജനിച്ച ആളുകളൊന്നുമല്ല. ഇത് 28 വയസ്സുള്ള പയ്യനാണ്. 2006 ജനിച്ചല്ല, 2000-ന് ശേഷം ജനിച്ച ഒരു പയ്യനാണ്. ജെൻസി കിഡാണ്. ആൾറെഡി കഞ്ചാവിനടിമയായി പലരെയും വെട്ടിക്കൊല്ലുന്നു, കുത്തിക്കൊല്ലുന്നു, എത്ര സംഭവങ്ങൾ. അതിൻ്റെ കൂടെ ഒരു സൈഡിൽ ബ്ലാക്ക് മാജിക്, സാത്താനിക് പരിപാടി, എല്ലാ പരിപാടിയും ഉണ്ട് നമ്മുടെ നാട്ടിൽ. നമ്മുടെ മക്കളെ നമ്മൾ നല്ല രീതിയിൽ വളർത്തിയില്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി ഉണ്ടായിക്കൊണ്ടിരിക്കും. ബിക്കോസ് ഇപ്പോഴത്തെ മക്കളാണ് നാളത്തെ തലമുറ. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ മക്കളെ വളർത്തുന്നതിൽ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ കാരണം സമൂഹത്തിനൊരു വിപത്ത് ഉണ്ടാവരുന്നുള്ള ചിന്ത നമുക്കുണ്ടാവണം. അല്ലാതെ നമ്മുടെ മോൾ അവർ രക്ഷപ്പെടണം, അവരുടെ ജീവിതം, അവരുടെ ഭാവി എന്ന് മാത്രം ചിന്തിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ചെന്നായിരിക്കും പെടുക. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് പറയുക? ഉറപ്പായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.